ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന തമിഴ്നാട്ടിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 39 മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ ഇത്തവണ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ച തമിഴ് ജനത വിധിയെഴുതും. ഒരു മാസത്തിലേറെ നീണ്ട പൊടിപാറിയ പ്രചാരണത്തിന് തമിഴ്നാട്ടിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനമാകും. വെള്ളിയാഴ്ച പരമാവധി വോട്ടേഴ്സിനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള സകല അടവുകളും പയറ്റുകയാണ് അവസാന മണിക്കൂറുകളിൽ മുന്നണികൾ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെയാണ് DMKയുടെ സ്റ്റാർ ക്യാമ്പയിനർ. ദക്ഷിണേന്ത്യയിൽ താമര വിരിയിക്കാനുള്ള BJP നീക്കത്തെ ചെറുക്കാൻ അരയും തലയും മുറുക്കി ക്യാപ്റ്റൻ തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. ദേശീയ നേതാക്കളെയെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തിച്ച BJPക്കും പ്രതീക്ഷകൾ ഏറെയുണ്ട്. AIADMK സഖ്യം വിട്ട് ഒറ്റയ്ക്ക് കരുത്ത് കാട്ടാനാണ് ഇത്തവണ BJPയുടെ ശ്രമം. തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച് ചെന്നൈ സൗത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ തമിഴ്സൈ സൗന്ദരരാജനിലും കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയിലും BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരിയും BJP കണ്ണുവെക്കുന്ന മണ്ഡലമാണ്. തൂത്തുക്കുടിയിൽ നിന്ന് 2ാം ഘട്ടവും ജയം പ്രതീക്ഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ മകളും DMK നേതാവുമായ കനിമൊഴി, രാമനാഥപുരത്ത് BJP പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O പനീർസെൽവം, ചെന്നൈ സെൻട്രലിൽ DMK സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ദയാനിധി മാരൻ, തേനിയിൽ നിന്ന് BJP പിന്തുണയോടെ സ്വന്തം പാർട്ടിയായ AMMKയുടെ സ്ഥാനാർത്ഥിയായ TTV ദിനകരൻ തുടങ്ങി ജനവിധി തേടുന്ന പ്രമുഖർ ഏറെയുണ്ട്. 24 ചെന്നൈ. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. തമിഴ്നാട്ടിൽ DMK ആധിപത്യം തുടരുമോ? ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള BJP പ്രചാരണം ലക്ഷ്യം കാണുമോ? ജനഹിതമറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ശ്രീകാന്ത് ഗൗരീശപ്പട്ടത്തോടൊപ്പം അനീഷ് കെ ശിവദാസ്, 24 ചെന്നൈ.